അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യത്തിഖില്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 183 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാമ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, കുത്തിബ അലൈക്കും സിയാമ, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തോടാണ് നോമ്പ് അനുഷ്ഠിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന പ്രഖ്യാപനം വ്യക്തമാണ്. നോമ്പിലൂടെ ലഭ്യമാകുന്ന ധാരാളം ഗുണങ്ങളുണ്ട്. ശരീരാരോഗ്യം നിലനിർത്താനും രോഗങ്ങളെ പ്രതിരോധിക്കാനും ദഹനേന്ദ്രിയങ്ങളുടെ വിശ്രമം മൂലവും ആഹാരത്തിൽ വരുന്ന നിയന്ത്രണത്തിലൂടെയും ഒട്ടനേകം രോഗങ്ങൾക്ക് പരിഹാരമാണെന്നും രോഗപ്രതിരോധമാണ് ഇസ്ലാമിക വ്രതമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വർഷം മുഴുവൻ പാപഭംഗിലരായി ജീവിക്കുന്ന മനുഷ്യർക്ക് പാപം പൊറുക്കാനും പശ്ചാത്തപിച്ചു മടങ്ങാനുമുള്ള ഒരു സുവർണ അവസരമാണ് പരിശുദ്ധ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്നും ഷഹ്ബാൻ എൻ്റെ മാസമാണെന്നും റമളാൻ എൻ്റെ ഉമ്മത്തികളുടെ മാസമാണെന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സ്വാമ റമളാന ഈമാനൻ ഇഖ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി. ആരെങ്കിലും മൻ സ്വാമ റമളാൻ ഈമാനൻ ഇഖ്തിസാബൻ, ആരെങ്കിലും ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മാ തഖദ്ദമ മിൻ ദൻബിഹി, മുമ്പുള്ള പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് കാല സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തിൻ്റെ നിയ്യത്തിൽ സുബഹി സ്വാദിഖ് മുതൽ സൂര്യാസ്തമയം വരെ ആഹാരപാനീയങ്ങളും വികാരപൂർത്തീകരണവും ഉപേക്ഷിക്കുന്നതിനാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പ് അറബിയിൽ സൗമെന്നും നോമ്പ് മുറിക്കുന്നതിന് ഇഫ്താർ എന്നും പറയുന്നു. പ്രായപൂർത്തിയും നോമ്പനുഷ്ഠിക്കുവാൻ ശേഷിയുമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരുടെ മേലും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. പ്രായപൂർത്തിയാകാത്തവർ നോമ്പനുഷ്ഠിക്കാൻ നിർബന്ധമില്ല എങ്കിലും നോമ്പിൻ്റെ ശീലം ഉണ്ടാക്കുന്നതിനായി അവരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. സുന്നത്ത് നോമ്പ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഷ്ഠിക്കുകയും സഹാബാക്കൾ അത് മറ്റുള്ളവരെ കൊണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്ത നോമ്പുകളാണ് സുന്നത്ത് നോമ്പുകൾ. ഉദാഹരണത്തിന് ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പുകൾ, ചന്ദ്രമാസം 13, 14, 15 എന്നീ തീയതികളിലെ നോമ്പുകൾ,
വ്യാഴം, തിങ്കൾ എന്നീ ദിവസങ്ങളിലെ നോമ്പുകൾ, ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ്. ഇത്രയും ഈ നോമ്പുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഷ്ഠിക്കുകയും അത് സഹാബാക്കളോട് പ്രേരിപ്പിക്കുകയും ചെയ്തത്. യുദ്ധം ഹറാമായ മാസങ്ങളിൽ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് എന്നീ മാസങ്ങളിൽ നോമ്പിനെ അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. പിന്നെ നോമ്പ് നിർബന്ധമില്ലാത്തവരുണ്ട്. 1. നോമ്പ് കാരണം രോഗം കൂടുമെന്ന് ഭയപ്പെടുന്ന കടുത്ത രോഗി രോഗം ഭേദമായതിനു ശേഷം ഖളാ വീട്ടേണ്ടതാണ്. രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ല എങ്കിൽ ഓരോ നോമ്പിനും പകരം ഓരോ മുദ്, അതായത് ഏകദേശം 525 ഗ്രാം ധാന്യം സാധുക്കൾക്ക് നൽകേണ്ടതാണ്. പിന്നീട് രോഗം ഭേദമായാൽ ഖളാ നിർബന്ധമില്ല. രണ്ടാമത്തേത് ദീർഘ യാത്രക്കാരൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കലാണ് ഉത്തമം. നോമ്പ് അനുഷ്ഠിച്ചില്ല എങ്കിൽ സുബഹി സ്വാദിക്കിന് മുമ്പ് യാത്ര തിരിക്കൽ നിർബന്ധമാണ്. പിന്നീട് ഖളാ വീട്ടലും നിർബന്ധമാണ്. മൂന്നാമത്തേത് മരണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന തരത്തിൽ വിശപ്പോ ദാഹമോ ഉള്ളവർ, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓരോ മുദ് ഭക്ഷണം 525 ഗ്രാം കണക്കിന് സാധുക്കൾക്ക് ധാന്യം നൽകണം. നാലാമത്തേത് സ്വന്തം ശരീരത്തിനോ കുഞ്ഞിനോ കുഴപ്പമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും കുഞ്ഞിൻ്റെ അപകടം ഭയന്ന് നോമ്പ് മുറിച്ച നോമ്പുകൾ ഖളാ വീട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ് വീതം ഫിദിയ കൊടുക്കേണ്ടതുമാണ്. സാധുക്കൾക്ക് നൽകണം. സ്വന്തം അപകടം ഭയന്നാണെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. കൂടാതെ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയാത്ത വിധം വാർദ്ധക്യം ബാധിച്ചവർ ഓരോ നോമ്പിനും പകരം ഓരോ മുദ് വീതം ധാന്യം നൽകണം. ഇനി നോമ്പ് നിർബന്ധമില്ലാത്തവർ, നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങൾ. 1. അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക, പുകവലിക്കുക, മനഃപൂർവ്വം മൂക്കിലോ ചെവിയിലോ മരുന്നോ മറ്റോ ഇടുക, മനഃപൂർവ്വം ഛർദ്ദിക്കുക, ഭ്രാന്ത് ബാധിക്കുക, ആർത്തവമുണ്ടാകുക, പ്രസവരക്തം പുറപ്പെടുക, എനിമ വയ്ക്കുക, മറയില്ലാതെ തൊലി സ്പർശിച്ചോ ഹസ്തമൈഥുനം നടത്തിയോ ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനാൽ നോമ്പ് മുറിഞ്ഞു പോയാൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. എന്നാൽ മനഃപൂർവ്വം സംയോഗം നടത്തിയാൽ നോമ്പ് മുറിയുന്നതാണ്. പിന്നീട് ഖളാ വീട്ടലും കഫാറ കൊടുക്കലും നിർബന്ധമാണ്. കഫാറ എന്നാൽ ഒരടിമയെ സ്വതന്ത്രനാക്കുക. അതിന് കഴിവില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം. അതിനും കഴിവില്ലെങ്കിൽ 60 മിസ്കീനുകൾക്ക് ഓരോ മുദ് വീതം ധാന്യം നൽകുക. ഇതാണ് വ്യവസ്ഥ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമളാനിലെ ഖളാ നോമ്പ് അടുത്ത റമളാന് മുമ്പായി വീട്ടേണ്ടതാണ്. നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിവുള്ളതിനോടൊപ്പം അപ്രകാരം വീട്ടാതിരുന്നാൽ ഖളായിനോടൊപ്പം ഓരോ നോമ്പിനും പകരം ഓരോ മുദ് ധാന്യം നൽകണം. വർഷം കൂടുന്നതനുസരിച്ച് മുദ്ദുകളുടെ എണ്ണം വർദ്ധിക്കും. ഉദാഹരണത്തിന് 2 വർഷം പിന്തിച്ചാൽ 2 മുദ്ദാകുന്നതാണ്. അള്ളാഹു പറയുന്നു, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ആയത്ത് 184 അള്ളാഹു പറയുന്നുണ്ട്, അയ്യാമിൻ മഅ്ദൂദാത്തിൻ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തൻ മിൻ അയ്യാമിൻ ഉഖ്റ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമൻ മിസ്കീനിൻ ഫമൻ തത്തവഅ ഖൈറൻ ഫഹുവ ഖൈറൻ ലഹു അൻ തസൂമു ഖൈറൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അള്ളാഹു പറയുന്നു, അയ്യാമിൻ മഅ്ദൂദാത്തിൻ, അത് എണ്ണപ്പെട്ട ദിവസമാണ്. ഫമൻകാന മിൻകും, നിങ്ങളിൽ ആരെങ്കിലും മരീളൻ രോഗിയാവുകയോ ഔ അലാ സഫറിൻ, അല്ലെങ്കിൽ യാത്രയിലാവുകയോ ചെയ്താൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖ്റ, നിശ്ചിത എണ്ണം പൂർത്തിയാക്കിയിരിക്കണം. വഅലല്ലദീന യുതീഖൂനഹു, അതിന് കഴിയാതെ വന്നാൽ ഫിദിയത്തുൻ തആമിൻ മിസ്കീനിൻ, മിസ്കീന് ഫിദിയ നൽകേണ്ടതാണ്. കഴിയാതെ വരുന്നത് ആർക്കാണെന്ന് അള്ളാഹു അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, നോമ്പിന് കഴിയാത്തവർ ഫഅലല്ലദീന യുതീഖൂനഹു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർബലർ, നിത്യരോഗികൾ, വയോവൃദ്ധർ തുടങ്ങിയവരാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും കൂടി പണ്ഡിതന്മാർ ഇതിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരും പാവപ്പെട്ടവർക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. എന്നാൽ ആരെങ്കിലും സ്വന്തം സന്നദ്ധരായി കൂടുതൽ ദാനധർമ്മം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഗുണകരമാകുന്നു. അതായത് ഒരു പാവപ്പെട്ടവന്
ഒരു ഫിദിയ എന്നതിന് പകരം ഭക്ഷണം കൂടുതൽ കൊടുത്ത് ഭക്ഷണം എന്നതിൽ കവിഞ്ഞ് ആരെങ്കിലും നന്മ ചെയ്യുകയോ ആണെങ്കിൽ അതവർക്ക് ഉത്തമം തന്നെയാണ് എന്നർത്ഥം. അതായത് ഫമൻ തത്തവ്വ ഹൈറൻ ഫഹുവ ഹൈറുൻ ലഹു എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും നന്മ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതവർ നന്മ തന്നെയാണ് അവർക്ക്. അൻ തസൂമു ഹൈറൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അടുത്ത ആയത്ത് 185 അള്ളാഹു പറയുന്നുണ്ട്, ഷഹ്റ റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അള്ളാഹു പറയുന്നു, ഷഹ്റ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കപ്പെട്ടത്, അവതീർണമാക്കിയത്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് നേർമാർഗത്തിനും നേർവഴി കാട്ടിക്കൊണ്ടും, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന സുവ്യക്ത ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. അതിറക്കിയത് റമളാൻ മാസത്തിലാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദർ, വിധി നിർണയം എന്നൊരു സൂറത്തുണ്ട്. അത് അധ്യായം 97 സൂറത്താണ്. അള്ളാഹു പറയുന്നു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി, തീർച്ചയായും ഇതിനെ അല്ലെങ്കിൽ ഖുർആനിനെ നിർണയരാത്രിയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് വിശുദ്ധ ഖുർആൻ്റെ അവതീർണം അല്ലെങ്കിൽ അവതീർണം ആരംഭിച്ച രാത്രിയെ സൂറത്ത് ദുഖാനിൽ ലൈല മുബാറക്ക എന്നും ഇവിടെ ലൈലത്തുൽ ഖദർ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഖദർ എന്ന പദത്തിന് നിർണയം എന്നും മഹത്വമെന്നും അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ അവതരണം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവാണ്. മാനവരാശിക്ക് മുഴുവനും മാർഗദർശനമായി വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയെ മറ്റ് രാത്രികൾക്കില്ലാത്ത മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിക്ക് നൽകിയിരിക്കുന്നു. ഈ രാത്രി റമദാനിലെ അവസാനത്തെ 10 രാത്രികളിൽ ഒന്നാണെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. അല്ലാഹു പറയുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിൻ്റെ രാത്രി എന്താണെന്ന് നിനക്കറിയാവോ? ലൈലത്തുൽ ഖദ്രി ഹൈറുൻ മിൻ അൽഫി ഷഹർ, നിർണയ രാത്രി എന്നാൽ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയാകുന്നു ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ആത്മാക്കളും ഇറങ്ങി വരുന്നു, ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. ഇവിടെ റൂഹ്, തനസ്സലുൽ മലായികത്തു വറൂഹു, ഇവിടെ റൂഹ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ എന്ന മലക്കാണെന്നാണ് അതിൻ്റെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ മലക്കുകളും ആത്മാവും മിൻ കുല്ലി അംർ, അള്ളാഹുവിൻ്റെ കാര്യങ്ങളും കൊണ്ട് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉത്തരവുമായി ഈ രാത്രി ഇറങ്ങി വരുന്നു. എന്നിട്ട് ആ രാത്രിയുടെ പ്രാധാന്യം പറയുന്നു. അള്ളാഹു പറയുന്നു, സലാമൻ ഹിയ ഹത്താ മത്ലഇ ഫജ്ർ, പ്രഭാത ഉദയം വരെ അത് സമാധാനമായ രാത്രിയാകുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം നേടി പ്രിയപ്പെട്ടവരെ നമ്മൾക്കെല്ലാവർക്കും ആ പുണ്യം നേടി വിജയികളാകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നാഥ, ഇന്ന് എല്ലാം 6 മണ്ണിലാണ് നാഥ. അവരുടെ എല്ലാ പാപങ്ങളെയും നീ പുറത്ത് മാപ്പാക്കണേ അള്ളാഹുവേ. അവരിൽ നിന്ന് എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും പുണ്യമായ റമളാൻ മാസമാണ് അള്ളാഹുവേ, നീ അവരിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കണേ അള്ളാഹുവേ. അവർക്ക് നിൻ്റെ അനുഗ്രഹീത പ്രകാശം അവരുടെ ഖബറുകളിൽ ഉണ്ടായിരിക്കണേ നാഥ. അവർക്ക് നീ സ്വർഗീയ
കവാടം അവരുടെ കബറിലേക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗീയ വിരിപ്പ് നീ വിരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ സ്വർഗീയ വാതിൽ അവരുടെ കബറിലേക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മണ്ണറയാകുന്ന കബറുകളെ നീ മണിയറയാക്കണേ അള്ളാഹുവെ. ആനന്ദകരമായ ഉറക്കം ഖിയാമത്ത് നാളോളം അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. കനാമത്തുൽ അറൂസ്, പുതുമണവാട്ടി അല്ലെങ്കിൽ പുതുമണവാളൻ ഉറങ്ങുന്നതുപോലെ ഉറങ്ങിക്കൊള്ളുക എന്ന ദിവ്യ സന്ദേശം കേട്ടുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഉറങ്ങാനുള്ള ആ സന്തോഷമായ ഉറക്കം നീ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പുണ്യമാസത്തിൽ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നാഥ, അത് നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്, വഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീൻ വയുഹിബ്ബുൽ മുതത്തഹിരീൻ. അള്ളാഹുവെ, തൗബ ചെയ്യുന്നവരെയും ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവെ, ഈ പരിശുദ്ധമായ റമദാനിൽ ഞങ്ങളുടെ ശരീരവും മനസ്സിനെയും എല്ലാ പാപക്കറകളിൽ നിന്നും കഴുകി ശുദ്ധിയാക്കി പുണ്യമായ റമദാനെ വരവേൽക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളെയും എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അള്ളാഹു അവർക്കെല്ലാം പുണ്യമായ റമദാൻ വരവേൽക്കാനുള്ള തൗഫീഖ് നീ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديني ودنيا أهلي ومالي. اللهم استر عوراتي وامن رواتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. أعوذ بعظمتك يا تالي من تحتي. اللهم اجعل القرآن ربيع قلبي نور صدري وجلاء حزني وذهاب همي. اللهم آت نفسي وتقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا ولسانا ذاكرا. اللهم إنا تقبل صيامنا. اللهم تقبل ركوعنا وسجودنا. اللهم إنا نسألك في سجود. اللهم إنا تقبل سجودنا وركوعنا. اللهم إنك العفو العفو. اللهم إنك تحب العفو فاعف عنا يا كريم، فاعف عنا يا رحيم، فاعف عنا يا أكرم الأكرمين. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا إنك أنت السميع القريب برحمتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب العالمين. السلام عليكم ورحمة الله.